ധർമ്മസ്ഥലയിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. കർണാടക ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്കായി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെടുന്നത്. സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്പോട്ടുകളിൽ പരിശോധന നടത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിക്കണമെന്നാണ് ആവശ്യം. ധർമ്മസ്ഥലയിൽ കാട്ടിലെ ദുഷ്കരമായ ഭൂമിയിൽ GPRകൾ കാര്യക്ഷമമായേക്കില്ലെന്ന വിലയിരുത്തലിലാണ് പക്ഷേ അന്വേഷണ സംഘമുള്ളത്. PK സരീഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുകയാണ്. സരീഷ്, നേരത്തെ ഈ കുഴിയെടുത്തുള്ള പരിശോധനകൾ കാര്യമായ രീതിയിൽ ഫലം കണ്ടിരുന്നില്ല. ചില അസ്ഥിഭാഗങ്ങൾ അവിടെ നിന്ന് കിട്ടിയതല്ലാതെ വ്യാപകമായ രീതിയിൽ ഈ പറയുന്ന തോതിലുള്ള മൃതദേഹഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ GPR ഉപയോഗിക്കുന്നതിന്റെ പ്രസക്തി എന്താണ് അഭിഭാഷകരുടെ ആവശ്യം? ഈ അവസാന ഘട്ടത്തിലേക്ക്, അതായത് സാക്ഷി ചൂണ്ടിക്കാണിച്ച 13 പോയിന്റുകളിൽ അവസാന സമയത്തേക്ക് എത്തുമ്പോഴാണ് ഈ റഡാർ വേണം എന്നൊരു ആവശ്യവുമായി ഈ അഭിഭാഷകർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടം മുതൽ തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഈ പുഴയുടെ ഭാഗമാണ്. ആ പുഴയുടെ സമീപത്തു നിന്നും ഈ കുഴിയെടുത്ത് പരിശോധിച്ചാൽ, കാരണം ആദ്യഘട്ടത്തിൽ 3 മുതൽ 5 വരെ അടി താഴ്ചയിൽ മാത്രമാണ് കുഴിയെടുത്തത്, അത്ര പരിശോധിച്ചാൽ മതിയോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും തന്നെ ഒരു തരത്തിലുള്ള ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഈ പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് 15 മീറ്റർ ആഴത്തിൽ പരിശോധിക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ ഈ സാക്ഷിയുടെ അഭിഭാഷകർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനോ അവർ തയ്യാറായിട്ടില്ല. ഈ SIT ഉദ്യോഗസ്ഥരോടാണ് ഈ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി മുഴുവൻ പോയിന്റുകളിലും, അതായത് സാക്ഷി ചൂണ്ടിക്കാട്ടിയ അസ്ഥികൾ ലഭിച്ചതും ലഭിക്കാത്തതുമായ മുഴുവൻ സ്ഥലത്തും ഈ റഡാർ പരിശോധന നടത്തണം എന്നുള്ളതാണ് ഈ അഭിഭാഷകന്റെ ആവശ്യം. പക്ഷേ ഈ അന്വേഷണ സംഘം ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഇതൊരു കാട്ട് മൂടിയ പ്രദേശമാണ്, അതോടൊപ്പം തന്നെ പുഴയുടെ സമീപത്താണ് ഇതെല്ലാം തന്നെ ഉള്ളത്. റഡാറിൽ സിഗ്നൽ ലഭിക്കുന്നത് അടിത്തട്ടിൽ ഏതെങ്കിലും രീതിയിൽ മരക്കഷ്ണങ്ങളോ കല്ലുകളോ ഉണ്ടെങ്കിൽ പോലും റഡാറിൽ സിഗ്നലുകൾ കാണിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു ടെറൈനിൽ ഈ കൃത്യമായി ഈ എത്രത്തോളം ഈ റഡാറിന് സിഗ്നൽ ലഭിക്കും എന്നൊരു സംശയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പക്ഷേ DGP കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു ആവശ്യം സാക്ഷിയോ അല്ലെങ്കിൽ സാക്ഷിയുടെ അഭിഭാഷകരോ മുന്നോട്ട് വെച്ചാൽ അത് കൃത്യമായി പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് അവലോകന യോഗങ്ങൾ ചേരാറുണ്ട്. എല്ലാ ദിവസവും ഈ അന്വേഷണ സംഘം അവലോകന യോഗങ്ങൾ ചേരാറുണ്ട്. ഈ യോഗത്തിൽ, ഇന്ന് ചേരുന്ന യോഗത്തിൽ സ്വാഭാവികമായും ഈ അഭിഭാഷകരുടെ ആവശ്യം കൂടി പരിഗണിച്ച് ഈ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് 3 കുഴികൾ കുഴിച്ച ശേഷം വീണ്ടും പരിശോധന നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്നായിരിക്കും തീരുമാനമെടുക്കുക. അത് DGP ആയിരിക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ അവസാന തീരുമാനം അറിയിക്കുക. ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അവിടെ എത്തേണ്ടിയിരിക്കുന്നു. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണം എന്നുള്ളതാണ്, GPR ഉപയോഗിക്കണം എന്നുള്ളതാണ് അവിടെ സാക്ഷിയുടെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഈ GPR ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഫലപ്രദമാകില്ല എന്നുള്ളതാണ് അവിടെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലായി സരീഷ് PK റിപ്പോർട്ട് ചെയ്യുന്നത് ധർമ്മസ്ഥലയിൽ നിന്ന്.